മ്യാൻമർ തീരത്ത് റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച ബോട്ട് മുങ്ങി 500 പേർ മരിച്ചതായി റിപ്പോർട്ട്. 2 ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ സായ്കുമാർ നൽകും. സായ്കുമാർ, ബോട്ട് അപകടങ്ങളിൽ റോഹിംഗ്യൻസ് കൊല്ലപ്പെടുന്നത്, അവരുടെ മരണക്കണക്ക് ഈ അപകടത്തോടുകൂടി വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ അപകടം ഈ അടുത്തു നടന്നതിൽ വെച്ച് വലിയൊരു സമുദ്ര ദുരന്തമാണെന്ന് ഐക്യരാഷ്ട്രസഭയും പറയുന്നു. തീർച്ചയായും റോഷ്നി, ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന തന്നെ പങ്കുവയ്ക്കുന്നത്. 2 ബോട്ടുകൾ, റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച് 2 ബോട്ടുകൾ ഇപ്പോൾ മ്യാൻമറിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അതിൽ 500 പേരുടെ മരണമാണ് ഇതിനോടകം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത് ഒരുപക്ഷേ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസിയായ UNHCR അതോടൊപ്പം അന്താരാഷ്ട്ര കുടിയേറ്റ സംഘടനയും സംയുക്തമായി പുറത്തുവിട്ട കണക്കുകളിലാണ് ഈ 500 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നത്. ഇത് റോഷ്നി സൂചിപ്പിച്ചതുപോലെ അടുത്തിടെ ഉണ്ടായിട്ടുള്ള സമുദ്ര ദുരന്തങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ദുരന്തമായി മാറുകയാണ്. മ്യാൻമറിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ രാഖൈൻ എന്ന സംസ്ഥാനത്ത് നിന്നും ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും കഴിഞ്ഞ മാസം ജൂൺ അവസാനത്തോടെ പുറപ്പെട്ട 2 ബോട്ടുകളാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇവർ മലേഷ്യ, ഇന്തോനേഷ്യ അല്ലെങ്കിൽ തായ്ലൻഡ് തുടങ്ങിയ ഇടങ്ങളിലേക്ക് സുരക്ഷിത താവളങ്ങൾ തേടി പലായനം ചെയ്യുകയായിരുന്നു അഭയാർത്ഥികൾ സഞ്ചരിക്കുന്ന ആ ബോട്ടുകളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. താങ്ങാവുന്നതിലും അപ്പുറം ആളുകളെ കുത്തിനിറച്ച് കൊണ്ടാണ് അത്തരം ബോട്ടുകളും വാഹനങ്ങളും ഒക്കെ പോകാറുള്ളത്. സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണത് ഒരു മരണയാത്രയായി ഇപ്പോൾ മാറിയിട്ടുള്ളത്. 2 ബോട്ടുകളിലായി ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും യുവാക്കളും അടക്കം 500-ലധികം ആളുകൾ ഈ 2 ബോട്ടുകളിലുമായി ഉണ്ടായിരുന്നു. ആദ്യ ബോട്ടിൽ മാത്രം 250 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന തന്നെ പറയുന്നത്. യാത്ര ആരംഭിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ബോട്ടുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ബോട്ട് കാണാതാവുകയായിരുന്നു. പിന്നീട് നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു അപകടം സംഭവിക്കുകയും ഈ പറയുന്ന ആളുകൾ മരിക്കുകയും ചെയ്തത്. 2ാമത്തെ ബോട്ടിലാകട്ടെ ഏകദേശം 280-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ജൂലൈ 8-ന് മ്യാൻമറിന്റെ അയ്യർവാടി തീരത്തിന് സമീപമാണ് കടലിൽ ഈ ബോട്ട് ഇപ്പോൾ മുങ്ങിയിരിക്കുന്നത്. എന്തായാലും കടൽ യാത്രകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയുള്ള സമയത്ത് ബോട്ട് യാത്ര നടത്തിയതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു പലായനം ചെയ്തതാണ് ഈ ഒരു അപകടത്തിന് കാരണമായത് എന്നാണ്. അതോടൊപ്പം കനത്ത മഴയും കാറ്റുമൊക്കെ ഈ അപകടത്തിന് കാരണമായതായും പറയുന്നു. പക്ഷേ ആ കാലാവസ്ഥ കൊണ്ട് അവർക്ക് യാത്ര മാറ്റിവെക്കാൻ കഴിയുന്നില്ല. അത്രമേൽ ദുരിതസമാനമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷ തേടിപ്പോയവരാണ്. പക്ഷേ അത് ഒരു മരണയാത്രയായി മാറുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു വലിയ ദുരന്ത വാർത്തയാണ് ലോകം കേൾക്കുന്നത്. അത് ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം എന്ന റിപ്പോർട്ട് കൂടി ഐക്യരാഷ്ട്രസഭ പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കണക്കുകൾ പോലും ഞെട്ടിക്കുന്നതാണ് സായ്കുമാർ. ഇപ്പോൾ ഈ വർഷം മാത്രം എടുത്തു നോക്കിയാൽ 900-ഓളം പേർ ഇത്തരത്തിൽ മരിക്കുകയോ കാണാതാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ തൊട്ടു മുൻപ് നടന്ന ബോട്ടപകടങ്ങളിൽ മരണപ്പെട്ടവർ ആരാണ് എന്നുള്ളതിൽ പോലും ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യമാണ്. നിലവിൽ എന്തായാലും ഈ കാലാവസ്ഥ തന്നെയാണ് പ്രതികൂലമായതെന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും റോഷ്നി, ഇപ്പോൾ അതായത് കടൽ യാത്രകൾക്ക് അനുയോജ്യമല്ലാത്ത മൺസൂൺ കാലത്താണ് ഇവർ യാത്ര ചെയ്തത്. ആ സമയത്ത് കനത്ത കാറ്റും മഴയും ഒക്കെ ഈ കടൽ യാത്രകൾക്ക് തീരെ അനുയോജ്യമല്ല. ആ സമയത്ത് യാത്ര തിരിക്കരുത് എന്നൊക്കെയുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്യാറുണ്ട്. ആ സമയത്ത് കടലിൽ ശക്തമായ കാറ്റും തിരമാലകളും ഒപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അഭയാർത്ഥികൾ സഞ്ചരിക്കുന്ന ബോട്ടുകളിൽ ആളുകളെ കുത്തി നിറച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അത് പലപ്പോഴും ഇതിനു മുൻപും ഇത്തരത്തിൽ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു അപകടമായത് മാറുകയുമാണ്. അതായത് ഇവർ ഉള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ഒരു കാരണവശാലും നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കോക്സ് ബസാർ, ബംഗ്ലാദേശിലെ കോക്സ് ബസാർ അടക്കമുള്ള ക്യാമ്പുകളിൽ അവിടെ ഭക്ഷ്യവിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. അതോടൊപ്പം സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായതോടുകൂടിയാണ് ഇവർ പലായനം ചെയ്യാൻ നിർബന്ധിതരായത്. അവരെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇവരെ കയറ്റി അയക്കാൻ തന്നെ പ്രത്യേക സംഘങ്ങൾ, മനുഷ്യക്കടത്ത് സംഘങ്ങൾ തന്നെ അവിടെ പ്രവർത്തിച്ചിരുന്നു. അത് സുരക്ഷിതമല്ലാത്ത ബോട്ടുകളിൽ, തടിക്കഷ്ണം കൊണ്ടൊക്കെയുള്ള ബോട്ടുകളിൽ വലിയ തുകകൾ ഇവരിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് ഇവരെ കയറ്റി അയക്കുന്ന സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അത്തരം സംഘങ്ങൾ കയറ്റിവിട്ട ആളുകളാണോ ഈ അപകടത്തിൽ പെട്ടത് എന്നതടക്കം ഇനി വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും വലിയ ഒരു പീഡന സ്ഥലത്ത് നിന്ന് രക്ഷ തേടി പോയവരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്.